പ്രിയമിത്രങ്ങളെ, വാട്സാപ്പ് വഴി നിങ്ങളുടെ എഴുത്തുകളും ഓഡിയോസും റെഗുലറായിട്ട് ലഭിക്കുന്നുണ്ട്. താങ്ക്സ്. എൻ്റെ ചില വീഡിയോസ് യുക്തിവാദികളെ അല്ലെങ്കിൽ നിരീശ്വരവാദികളെ വളരെ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈയിടെ ഞാൻ പബ്ലിഷ് ചെയ്ത ദൈവം സത്യമോ മിഥ്യയോ എന്നുള്ള വീഡിയോ. അവിടെ വന്നവരെ എടാ പോടാ എന്ന് തുടങ്ങി വളരെ അശ്ലീലമായ രീതിയിൽ എഴുതിയിട്ട് പോകുന്നു. ഫ്രണ്ട്സ്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. എന്നാൽ ഈ എടാ പോടാ തുടങ്ങി അൺപ്രിൻറ്റബിളായിട്ടുള്ള വാക്കുകൾ എഴുതുന്നത് അത് നിങ്ങളുടെ കൾച്ചറിനെ കാണിക്കുന്നു. അതെൻ്റെ കൾച്ചറല്ല എന്ന് പ്രത്യേകം ഓർപ്പിക്കട്ടെ. ദൈവമില്ലാത്ത ഒരു വ്യക്തിക്ക് നിങ്ങളുടെ കൾച്ചർ ഉണ്ടാകും, അത് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് നിങ്ങളുടെ കമൻസിൽ കൂടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഇന്ന് ഞാൻ ലേറ്റസ്റ്റ് ഒരു ആർക്കിയോളജിക്കൽ കണ്ടുപിടുത്തത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഇസ്രായേൽ മക്കൾ മിസ്രൈം വിട്ടുപോയ സമയത്ത് അവരെ വിടുവിക്കുവാൻ വേണ്ടി മോശ ഏത് ഫറവോനോടാണ് ബാർഗെയിൻ ചെയ്തത്, ആ ഫറവോൻ്റെ ശവകുടീരം ഫൈനലി ഫെബ്രുവരി 2025 അവസാന ആഴ്ച ഐഡൻറ്റിഫൈ ചെയ്തു. ആ ഫറവോൻ്റെ പേര് തത്മോസ് II എന്നായിരുന്നു. തത്മോസ് അവരുടെ മധ്യേ പോപ്പുലർ ഒരു പേരായിരുന്നു. ആൻഡ് തത്മോസ് ഒന്നാമൻ, തത്മോസ് ദ്വിതീയൻ, തത്മോസ് തൃതീയനെ കുറിച്ച് നമുക്ക് അറിയാം. തത്മോസ് ദ്വിതീയൻ മോശ തൻ്റെ ദൈവജനത്തെ മോചിപ്പിക്കാൻ വന്ന സമയത്ത് ഈജിപ്റ്റ് ഭരിച്ചുകൊണ്ടിരുന്ന ഫറവോനായിരുന്നു. തൻ്റെ ഒരു പടം സൈഡിൽ തന്നിട്ടുണ്ട്. ഹാൻസമായിട്ടുള്ള ഒരു ചക്രവർത്തിയായിരുന്നു. തൻ്റെ സുന്ദരിയായ ഭാര്യ ഹെത്ഷേപ്സത്തിൻ്റെ പടമല്ല, ഒരു സ്റ്റാച്ചു സൈഡിൽ തന്നിട്ടുണ്ട്. ഹെത്ഷേപ്സത്തിൻ്റെ സിഗ്നേച്ചർ, അല്ലെങ്കിൽ അതിന് സാധാരണ ഈജിപ്റ്റോളജിയിലെ കാർട്ടൂഷ് എന്നാണ് പറയുന്നത്, അത് അടുത്ത പടത്തിൽ തന്നിട്ടുണ്ട്. ഹെത്ഷേപ്സത്തിൻ്റെ പേരിൽ നിർമ്മിച്ച ബിൽഡിങ്സ്, അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടി, അതിലെല്ലാം ഇന്ന് നാം സീല് കുത്തുന്നത് പോലെ ഈ കാർട്ടൂഷ് കുത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ തത്മോസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഹെത്ഷേപ്സത്തിന് ഇത്രയും പ്രാധാന്യം എന്തുകൊണ്ട് കൊടുത്തു എന്ന് കുറച്ച് കഴിയുമ്പോൾ വ്യക്തമാകും. ഈജിപ്റ്റ് ഒരു പ്രാചീന രാജ്യമാണ്. ഈ പ്രാചീന രാജ്യത്തെ പല രാജകുടുംബങ്ങൾ ഭരിച്ചു. എല്ലാം കൂടെ 31 രാജകുടുംബങ്ങളാണ് ഭരിച്ചത്. ഓരോ രാജകുടുംബത്തിൽ 3, 5, 10 ഒക്കെ തലമുറകൾ ഉണ്ടായിരുന്നു. സാധാരണ ഇംഗ്ലീഷിൽ അതിന് ഡൈനാസ്റ്റി എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. 31 ഡൈനാസ്റ്റീസ് ഈജിപ്തിനെ ഭരിച്ചു. അതിൽ 18ാമത്തെ ഡൈനാസ്റ്റിയാണ് ഈ പുറപ്പാടിൻ്റെ സമയത്ത് ഭരിച്ചുകൊണ്ടിരുന്നത്. പുറപ്പാടിന് കുറച്ച് സമയം മുൻപ് തൊട്ടാണ് അവർ ഭരിച്ചു തുടങ്ങിയത്. 18ാമത്തെ ഡൈനാസ്റ്റി ബേസിക്കലി ഈജിപ്ഷ്യൻസ് അല്ലാത്തവരുടെയൊക്കെ ഒരു മിക്സ്ചറായിരുന്നു. അതുകൊണ്ടാണ് അവർ യോസേപ്പിനെ അറിയാൻ വയ്യാത്ത ഒരു ഫറവോൻ അവരുടെ മധ്യേ ഉണ്ടായത്. 18ാം ഡൈനാസ്റ്റിയെക്കുറിച്ച് വളരെയധികം ഡീറ്റെയിൽസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അടിമകളെ കൊണ്ട് ബിൽഡിങ്സ് പണിപ്പിക്കുവാൻ വേണ്ടി 18ാം ഡൈനാസ്റ്റി വളരെ മുൻപോട്ടായിരുന്നു. അത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആ ചരിത്രവുമായിട്ട് വളരെയധികം മാച്ച് ചെയ്യുന്നു. ബൈബിൾ സ്കോളേഴ്സ് എന്നും പോയിന്റ് ഔട്ട് ചെയ്തിരുന്ന ഒരു കാര്യം, ഈ ഇസ്രായേൽ മക്കളുടെ പുറപ്പാട് അത് തത്മോസ് ദ്വിതീയൻ്റെ കാലത്താണെന്ന് ബൈബിൾ സ്കോളേഴ്സ് പറഞ്ഞെങ്കിലും ബൈബിളിനെ പരിഹസിക്കുന്ന ആളുകൾ അങ്ങനെ ഒരു വ്യക്തിയേ ഇല്ലായിരുന്നു, അങ്ങനെ ഒരു ഫറവോൻ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ തൻ്റെ ടൂംബ് എവിടെ,
ഈ ഫറവോൻ ഈ 31 ഡൈനാസ്റ്റീസിലും ഭരിച്ച ധാരാളം ഫാറോസിൻ്റെ ടൂംസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഫറവോൻ്റെ മാത്രം ടൂംബ് കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും തൂത്തൻഖാമൻ്റെ ശവകുടീരം കണ്ടുപിടിക്കുക, അതിൽ നിന്ന് ടൺ കണക്കിന് സ്വർണം ലഭിച്ചെന്ന്. തുത്ത് അങ്ക് അമുൻ എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് തൂത്തൻഖാമൻ. ശരിയായ പേര് തുത്ത് അങ്ക് അമുനാണ്. തുത്ത് അങ്ക് അമുൻ തൻ്റെ ആ ശവകുടീരം കണ്ടുപിടിച്ച് ഏതാണ്ട് 1922 അത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് 100 വർഷം വേറെ ഒരു ഫറവോൻ്റെയും ശവകുടീരം കണ്ടുപിടിച്ചില്ല. തത്മോസ് വിധിയൻ്റേത് കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ബൈബിളിനെ ആക്ഷേപിക്കുന്നവർ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വെറും കഥയാണ്, അങ്ങനെ ഒരു വ്യക്തി ഇല്ലായിരുന്നൊക്കെ ഒത്തിരി സ്റ്റോറീസ് ഉണ്ടാക്കി. എന്നാൽ ഫൈനലി ഫെബ്രുവരി 2025 അവസാന വീക്കിൽ ആ ശവകുടീരം കണ്ടുപിടിച്ചു. അതിനു മുൻപ് തത്മോസ് വിധിയനെ കുറിച്ച് ചില കാര്യങ്ങൾ. തത്മോസ് വിധിയൻ ഏതാണ്ട് 1493 ജനിച്ചത്. തത്മോസ് പ്രഥമന്റെ മകനായിട്ടാണ് ജനിച്ചത്. തത്മോസ് പ്രഥമന് ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു. ഈജിപ്തിൽ ഫറവോന്മാർക്ക് ബഹുഭാര്യ സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പം തത്മോസ് 1ൻ്റെ ഒരു മൈനർ ക്വീൻ, രാജമാതാവല്ല, മൈനർ ക്വീൻ മുറ്റോൺ ഫ്രണ്ടിൻ്റെ മകനായിട്ടാണ് ജനിച്ചത്. അങ്ങനെ ഒരു മൈനർ ക്വീൻ എൻ്റെ മകനായി ജനിച്ചതുകൊണ്ട് തനിക്ക് രാജഭരണം കിട്ടാൻ സാധ്യതയില്ലായിരുന്നു. മുറ്റോൺ ഫ്രെട്ടിൻ്റെ പേര് ഈ കല്ലേ കൊത്തി എഴുതിയിരിക്കുന്നത്, അതിൻ്റെ ഒരു കോപ്പി ഇവിടെ തന്നിട്ടുണ്ട്. മുറ്റോൺ ഫ്രെട്ട് ഒരു മൈനർ രാജ്ഞിയായിരുന്നതുകൊണ്ട് തൻ്റെ മകന് രാജ്യം ഭരിക്കുവാൻ വേണ്ടിയുള്ള ക്ലെയിം ഇല്ലായിരുന്നു. താൻ ഭരണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ രാജമാതാവിൻ്റെ മകനല്ലാത്തതുകൊണ്ട് തൻ്റെ കയ്യിൽ നിന്ന് രാജ്യം വിട്ടുപോകാതിരിക്കുവാൻ വേണ്ടി താൻ രാജമാതാവിൻ്റെ മകൾ ഹെത്ഷേപ്സത്തിനെ വിവാഹം ചെയ്തു. തൻ്റെ ഹാഫ് സിസ്റ്റർ ആയിരുന്നെന്ന് ഓർപ്പിക്കട്ടെ. രണ്ടുപേരുടെയും പിതാവ് ഒന്നായിരുന്നു, മാതാവ് ഒന്നല്ലായിരുന്നു. ഈജിപ്തിൽ ഹാഫ് സിസ്റ്റേഴ്സ്, കസിൻസ്, ഈവൻ സ്വന്തം പെങ്ങന്മാരെ വിവാഹം ചെയ്യുന്നത് രാജഭരണം സ്വന്തം കയ്യിൽ ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു കോമൺ പ്രാക്ടീസ് ആയിരുന്നെന്നൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. സോ അങ്ങനെ തത്മോസ് വിധിയൻ സ്വന്തം ഹാഫ് സിസ്റ്റർ ഹെത്ഷേപ്സത്തിനെ വിവാഹം ചെയ്തു. തത്മോസിനേക്കാൾ കൂടുതൽ ഡീറ്റെയിൽസ് ഇന്ന് ഈജിപ്ഷ്യൻ ചരിത്രത്തിൽ ഹെത്ഷേപ്സത്തിനെ കുറിച്ചാണ്. അതിൻ്റെ കാരണം കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഓർപ്പിക്കുന്നതായിരിക്കും. തത്മോസ് അധികം വർഷങ്ങൾ ഭരിക്കുവാൻ സാധിച്ചില്ല. എല്ലാം കൂടെ ഒരു 14 വർഷം താൻ ഭരിച്ചു എന്നാണ് ചരിത്രകാരന്മാരെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഈ 14 വർഷത്തിൽ താൻ നൂബിയ ആൻഡ് സിറിയയിൽ റിബല്യൻ ഉണ്ടായതിനെയൊക്കെ സപ്രസ് ചെയ്തു. എന്നാൽ താൻ ഉദ്ദേശിച്ചതിനേക്കാൾ മുൻപ് മരിച്ചുപോയി. തൻ്റെ മകൻ ആ സമയത്ത് ഒരു ശിശു മാത്രമായിരുന്നു. അതുകൊണ്ട് ഹെത്ഷേപ്സത്ത് ആ ശിശുവിൻ്റെ സ്ഥാനത്ത് ഭരിച്ചു. ശിശു ഫറവോനും ഹെത്ഷേപ്സത്ത് മാനേജറുമായിട്ട് ഭരിച്ചു. ആക്ച്വലി ഈ തത്മോസ് ദ്വിതീയൻ്റെ ഡെഡ് ബോഡി അല്ലെ മമ്മി 1881 കണ്ടുപിടിച്ചായിരുന്നു. എന്നാൽ ഈ മമ്മി കണ്ടുപിടിച്ചത് തൻ്റെ സ്വന്തം ശവകുടീരത്തിലല്ലായിരുന്നു. അതുകൊണ്ട് ഈ മമ്മി ഇത് തത്മോസ് ദ്വിതീയൻ്റേതാണെന്ന് സമ്മതിക്കുവാൻ വേണ്ടി ബൈബിളിനെ എതിർക്കുന്ന സ്കോളേഴ്സ് തയ്യാറല്ലായിരുന്നു. പിന്നെ എങ്ങനെ അത് മനസ്സിലായി? അത് ഐ എം കമ്മിങ് ടു ഇറ്റ്. ഈ മമ്മി വളരെയധികം ഇതിനെക്കുറിച്ച് ഗവേഷണം നടന്നിട്ടുണ്ട്. അതിൽ നിന്ന് വളരെ വ്യക്തമാകുന്നത് തനിക്ക് പല രീതിയിലുള്ള ക്രോണിക്
രോഗങ്ങളുണ്ടായിരുന്നു, സ്കിൻ ഡിസീസ് ഉണ്ടായിരുന്നു, ഹാർട്ട് പ്രോബ്ലം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല പല രീതിയിലുള്ള ഇൻഫെക്ഷൻസും കോംപ്ലിക്കേഷൻസും ഉണ്ടായിരുന്നു. അങ്ങനെ താൻ പ്രീമെച്യൂറായിട്ട് മരിച്ചതായിട്ടാണ് തൻ്റെ മമ്മി വെളിപ്പെടുത്തുന്നത്. ഇത് മോശയുടെ സമയത്ത് ദൈവത്തോട് മല്ലിട്ടതിൻ്റെ ഒരു റിസൾട്ട് ആകാം എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. തത്മോസിൻ്റെ കണ്ടുപിടിച്ച മമ്മി, അതിൻ്റെ ഒരു പടം ഇവിടെ തന്നിട്ടുണ്ട്. എന്നാൽ ഒറിജിനൽ മമ്മി ഏതാണ്ട് 3500 വർഷം പഴക്കമുള്ള ആ മമ്മി അത് കണ്ടാൽ വളരെ വീഭത്സമായതുകൊണ്ട് സാധാരണ ജേർണലിസത്തിൽ അല്ലെ മീഡിയയിലുള്ള പ്രാക്ടീസ് അനുസരിച്ച് ഞാൻ അതിനെ ഒന്ന് ബ്ലാങ്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് എക്സാക്റ്റ് പടം നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല, ബ്ലാങ്ക് ചെയ്തേ കാണാൻ സാധിക്കത്തുള്ളൂ. സാധാരണ ഡെഡ് ബോഡീസ് മമ്മീസിനൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് ഞാനും ചെയ്തതാണ്. തത്മോസ് വിദിയൻ അസമയത്ത് മരിച്ചു പോയതോടെ തത്മോസ് ദ്വിതീയൻ്റെ മൈനർ വൈഫ് ഇസെറ്റിനുണ്ടായ കുട്ടി തത്മോസ് തൃതീയൻ ഭരണം തുടങ്ങി. ബട്ട് തത്മോസ് തൃതീയൻ വെറും ഒരു ശിശു ആയതുകൊണ്ട് ഹെത്ഷെപ്സത്ത് ഒരു മാനേജറായിട്ട് ഭരിച്ചു. എന്നാൽ മാനേജറായിട്ട് ഭരിച്ച സമയത്ത് അവൾ നല്ലൊരു എഫിഷ്യൻ്റ് ഒരു ഭരണകർത്താവായതുകൊണ്ട് അവൾ ഈജിപ്തിന് ഒരു പുതിയ ദിശ കൊടുത്തു എന്ന് മാത്രമല്ല, ഈ പവർ എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് മനസ്സിലായി. അങ്ങനെ അവളെ തന്നെ അടുത്ത ഫറവോനായിട്ട് അങ്ങ് ഡിക്ലെയർ ചെയ്ത് രാജ്യാഭിഷേകമെല്ലാം അങ്ങ് നടത്തി. ഹെത്ഷെപ്സത്ത് നല്ലൊരു റൂളറായിരുന്നു. അതിൻ്റെ കാരണം കൊണ്ട് ഹെത്ഷെപ്സത്ത് ഈജിപ്തിനെ വളരെയധികം പ്രോസ്പെരിറ്റിയിലേക്ക് നയിച്ചു. ഹെത്ഷെപ്സത്തിൻ്റെ ആ സ്റ്റാച്യു ഒരു പ്രാവശ്യം കൂടെ ഞാനിവിടെ കാണിക്കട്ടെ. തൻ്റെ ആക്ച്വലി സ്റ്റെപ്പ് സൺ അല്ലെങ്കിൽ മൈനർ രാജ്ഞിയുടെ മകൻ തത്മോസ് തൃതീയൻ വളർന്നു വന്നപ്പോൾ ഹെത്ഷെപ്സത്ത് അവനെ യുദ്ധത്തിന് വേണ്ടി അയച്ചു. നല്ല ട്രെയിനിങ് ഉള്ളതുകൊണ്ട് അവനും ഈജിപ്തിന് വേണ്ടി വളരെയധികം വിജയങ്ങൾ നേടിയെടുത്തു. തത്മോസ് ദ്വിതീയൻ്റെ ഡെഡ് ബോഡി 1800കളുടെ അവസാനം ലഭിച്ചെങ്കിലും കണ്ടുപിടിച്ചെങ്കിലും അത് ഒരിക്കലും അത് തത്മോസ് ദ്വിതീയനാണെന്നുള്ളത് ബൈബിളിനെ എതിർക്കുന്ന സ്കോളേഴ്സ് അംഗീകരിച്ചില്ല. അതിന് പ്രത്യേക ഒരു കാരണമുണ്ട്. ഈജിപ്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ലിഖിതങ്ങളിൽ തന്നെ പടിഞ്ഞാറൻ താഴ്വരയിൽ അടക്കിയതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പടിഞ്ഞാറൻ താഴ്വരയിൽ അങ്ങനെ ഒരു ടൂംബ് അല്ലെങ്കിൽ ഒരു ശവകുടീരം ഒരിക്കലും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ഫറോവന്മാരുടെയൊക്കെ ഫാറോസിൻ്റെ മാത്രമല്ല, അവരുടെ ഈവൻ മൈനർ സെർവൻസിൻ്റെ പോലും ശവകുടീരത്തിൻ്റെ വാതുക്കൽ തൊട്ട് ഉള്ളുവരെ ആരെ അടക്കിയിരിക്കുന്ന അവരുടെ പേര് വ്യക്തമായിട്ട് കാണിക്കാറുണ്ട്. അപ്പം ഈ പടിഞ്ഞാറൻ താഴ്വരയിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ ആളുകൾ സെർച്ച് ചെയ്ത് ശരിയായിട്ട് പറഞ്ഞാൽ ഒരിക്കലും തത്മോസ് ദ്വിതീയൻ്റെ കല്ലറ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അതിനൊരു കാരണമുണ്ട്. അത് ഇന്ന് നമുക്ക് മനസ്സിലായിരിക്കുന്നത്, തത്മോസ് ദ്വിതീയൻ 18ാം ഡൈനാസ്റ്റിയിലാണ് ഭരിച്ചത്. 21ാം ഡൈനാസ്റ്റി ആയപ്പോഴത്തേക്ക് ഈ തത്മോസിനെ അടക്കിയിരുന്ന സ്ഥലത്ത് വെള്ളപ്പൊക്കം കൊണ്ട് അവിടെയുള്ള കല്ലറകളെല്ലാം വെള്ളം നിറയുകയായിരുന്നു. അതുകൊണ്ട് 21ാം ഡൈനാസ്റ്റി തൊട്ട് 25ാം ഡൈനാസ്റ്റീസിൽ പുരോഹിതന്മാർ ഈ പടിഞ്ഞാറൻ താഴ്വരയിലുള്ള കല്ലറകളിൽ നിന്നുള്ള മമ്മീസ് എല്ലാം അവിടുന്ന് മാറ്റി ഡെയ്റൽ ബഹാരി എന്നും പറഞ്ഞ ആ ഏരിയയിലോട്ട് മാറ്റുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് തൻ്റെ മമ്മി ലഭിച്ചെങ്കിലും കണ്ടുപിടിച്ചെങ്കിലും തൻ്റെ ശവകുടീരം കണ്ടുപിടിക്കാൻ സാധിക്കാതെ പോയത്. എന്നാൽ ഫെബ്രുവരി ലാസ്റ്റ് വീക്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്തു.
തത്മോസ് ദ്വിതീയൻ്റെ ഈ മമ്മി കണ്ടുപിടിച്ചപ്പോൾ ഈ മമ്മീസ് എപ്പോഴും നമ്മൾ ശവപ്പെട്ടിയിൽ വെക്കുന്നത് പോലെ പ്രത്യേക രീതിയിലുള്ള ശവപ്പെട്ടിയിലായിരുന്നു വെക്കുന്നത്. അതിന് പല ലെയർ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പുറത്തുള്ള ലെയർ ഇവിടെ, അതിൻ്റെ പടം ഇവിടെ കാണിച്ചിട്ടുണ്ട്. തടിയും കൊണ്ടാണ് കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് അത് ദ്രവിച്ചു തുടങ്ങിയായിരുന്നെന്ന് ഓർപ്പിക്കട്ടെ. ഒരു കാലത്ത് ഈജിപ്റ്റ് ഭരിച്ചവരെ രാജാക്കന്മാരുടെ താഴ്വരയിലാണ് അടക്കിയിരുന്നത്. അതുകൊണ്ട് ഈ ഫറവോനെയും അതുപോലെ തന്നെ അവിടെ അടക്കി കാണും എന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ അവിടെയല്ല തത്മോസ് ദ്വിതീയനെ അടക്കിയത്. അപ്പം ഈ പടിഞ്ഞാറൻ താഴ്വരയിൽ, ഇവിടെ രാജാക്കന്മാരുടെ താഴ്വരയിലില്ല, പടിഞ്ഞാറൻ താഴ്വരയിൽ കണ്ടുപിടിച്ചിട്ടില്ല. ഒടുവിൽ 2022 സാറ്റലൈറ്റ് വഴി ഭൂമിയുടെ അകത്തോട്ട് കടന്നു പോകുന്ന റഡാർ ഉപയോഗിച്ച് പടിഞ്ഞാറൻ താഴ്വരയിൽ ചില ശവകുടീരങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. അത് മനസ്സിലായി കഴിഞ്ഞ് ഈജിപ്തിലെ സുപ്രീം കൗൺസിൽ ഓഫ് ആൻറ്റിക്വിറ്റീസും ബ്രിട്ടീഷുകാരും കൂടെ ചേർന്ന് ആ വെസ്റ്റേൺ താഴ്വരയിൽ റിസർച്ച് തുടങ്ങി. അവർ വലിയ പ്രശ്നങ്ങൾ നേരിട്ടു. കാരണം അവിടെ ഇടയ്ക്കിടയ്ക്ക് വെള്ളപ്പൊക്കം വന്ന് വെള്ളം കയറി ശവകുടീരങ്ങളൊക്കെ ഇടിഞ്ഞു വീണ് ഈ ശവകുടീരങ്ങളുടെ മേളിൽ മണ്ണും മണലും വന്ന് സെറ്റിലായി. ഒടുവിൽ ഏതാണ്ട് 15 അടി മണ്ണും മണലും അതിൻ്റെ മേളിൽ, ശവകുടീരങ്ങളുടെ മേളിൽ സെറ്റിലായിരുന്നു. മാസങ്ങളെടുത്തു ഈ മണ്ണും മണലും മാറ്റാൻ. കാരണം ആർക്കിയോളജിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിണർ കുഴിക്കുമ്പോൾ മണ്ണെടുത്തു കളഞ്ഞ് അങ്ങനെയല്ല. ഓരോ ചട്ടി മണ്ണെടുക്കുമ്പോഴും അതെടുത്ത് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ച് പരിശോധിച്ച് അതിലെന്തെങ്കിലും ഈ ആർക്കിയോളജിക്കൽ ഐറ്റം ഉണ്ടോ എന്ന് പരിശോധിച്ച് ഇല്ല എന്ന് കാണുമ്പോഴേ ആ മണ്ണ് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി കളയത്തുള്ളൂ. അങ്ങനെ 2022 തുടങ്ങി ഫൈനലി 2025 ഫെബ്രുവരിയിൽ അവർ കണ്ടുപിടിച്ച ശവകുടീരം തത്മോസ് ദ്വിതീയൻ്റേത് എന്ന് സന്തോഷത്തോടെ അവർ ലോകത്തോട് ഡിക്ലെയർ ചെയ്തു. ഏകദേശം 1 നൂറ്റാണ്ട് കഴിഞ്ഞാണ് ഒരു ഫറവോൻ്റെ ശവകുടീരം, ടൂംബ് കണ്ടുപിടിക്കുന്നത്. അത് തത്മോസ് ദ്വിതീയൻ്റെ എന്ന് കൺഫേം ചെയ്യാൻ കാരണം അതിൻ്റെ വാതുക്കൽ തന്നെ തത്മോസ് ദ്വിതീയൻ്റെ ഭരിച്ചിരുന്ന സമയത്തുള്ള പേര് അഖേ പെരേ എന്നുള്ളത് കൊത്തി എഴുതിയിട്ടുണ്ടായിരുന്നു. മലയാളികളുടെ ഇടയ്ക്ക് ഒരു വ്യക്തിക്ക് 2 പേര് കോമൺ ആണല്ലോ, ഒഫീഷ്യൽ ഒരു പേര്, അൺഒഫീഷ്യൽ ഒരു പേര് വീട്ടിൽ വിളിക്കുന്നത്. ഈജിപ്ഷ്യൻസ് ഒരു വ്യക്തിക്ക് 2, 3, 4 പേരുണ്ടായിരുന്നു. ഒന്ന് ഭരണമായിട്ട് ബന്ധപ്പെട്ടത്, മറ്റൊന്ന് പേരൻസ് കൊടുത്തത്, മറ്റൊന്ന് പലപ്പോഴും പുരോഹിതന്മാർ അവരെ വിളിച്ച പേര്. കാരണം ഫറവോൻ അവരുടെ ദൈവമായിരുന്നു. അപ്പോൾ അവർ ദൈവത്തിന് കൊടുത്തിരുന്ന പേര്. ഇങ്ങനെ പലതുണ്ടായിരുന്നു. ഇതിൻ്റെ സൈഡിലുള്ള പടത്തിൽ ഈ ഫറവോൻ്റെ ഈ തത്മോസ് ദ്വിതീയൻ്റെ സമയത്തെ ചില ഭരണിയുടെ പോർഷൻസും മറ്റു കാര്യങ്ങളും തന്നിട്ടുണ്ട്. അതിൽ ഉള്ള റൈറ്റിങ്സ് നിങ്ങൾക്ക് കാണാം. തിയോളജിക്കൽ റാഡിക്കൽസ്, ദൈവവചനത്തിൻ്റെ എല്ലാ കാര്യത്തെയും നിഷേധിക്കുന്ന തിരുത്തൽവാദികൾ, അമിത കൃത്തിപ്പുകാർ കഴിഞ്ഞ നൂറ്റാണ്ടുകളായിട്ട് പറഞ്ഞ കാര്യമാണ്. മോശയുടെ സമയത്ത് അക്ഷരമില്ലായിരുന്നു, അതുകൊണ്ട് മോശയ്ക്ക് ബൈബിളിലെ 6 പുസ്തകങ്ങൾ എഴുതാനുള്ള യാതൊരു രീതിയിലുമുള്ള ഭാഷയില്ലായിരുന്നെന്ന്. ഇത് മോശയുടെ തലമുറയിൽ, മോശയ്ക്ക് ഏകദേശം 80 വയസ്സായ സമയത്തെ ലിഖിതങ്ങളാണ് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഈജിപ്ഷ്യൻസിൻ്റെ സർവ്വവിദ്യയിലും എക്സ്പെർട്ടായ മോശ റൈറ്റിങ്ങിൻ്റെ കലയിലും എക്സ്പെർട്ടായിരുന്നു. അന്ന് റൈറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ.
തത്മോസ് ദ്വിതീയൻ്റെ സിഗ്നേച്ചർ കണ്ടെത്തിയിട്ടുണ്ട്. തത്മോസ് ദ്വിതീയൻ്റെ ഒരു സിഗ്നേച്ചർ സൈഡിൽ തന്നിട്ടുണ്ട്. എന്നാൽ തത്മോസ് ദ്വിതീയൻ്റെ സിഗ്നേച്ചർ മറ്റ് പലയിടത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അടുത്ത പടത്തിൽ മറ്റൊരു സിഗ്നേച്ചർ തന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ ബുക്സ് കളക്ട് ചെയ്യുന്ന ആളുകൾ എല്ലാ ബുക്സിലും അവരുടെ സീല് കുത്താറുണ്ട്. പഴയ നിയമകാലത്ത് എല്ലാ കൾച്ചേഴ്സിലും ഓണർഷിപ്പ് കാണിക്കുവാൻ വേണ്ടി സീല് കുത്തുമായിരുന്നു. തത്മോസ് ദ്വിതീയൻ്റെ സീല്, അതുകൊണ്ട് തത്മോസ് ദ്വിതീയൻ്റെ പല രീതിയിലുള്ള ഐറ്റംസിൽ കാണാൻ സാധിക്കുന്നു. ആ സീൽ ഇവിടെ തന്നിരിക്കുന്നു. തത്മോസ് ദ്വിതീയൻ്റെ ശവകുടീരം ആദ്യമേ 12 മീറ്റർ ഒരു ടണലിൽ കൂടെ കടന്നുപോയി. ഈജിപ്ഷ്യൻ്റെ സിസ്റ്റം അങ്ങനെയായിരുന്നു. ഇന്ന് നമ്മൾ ഡെഡ് ബോഡി കൊണ്ടുവന്ന് സെല്ലിൽ വെക്കുന്നത് പോലല്ലായിരുന്നു. അവരുടെ ശവകുടീരങ്ങളെന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയ ഹ്യൂജ് ബിൽഡിങ്സ് ആയിരുന്നു. ആൻഡ് ഈ തത്മോസ് ദ്വിതീയൻ്റെ എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ വലുപ്പമൊന്നും ഇല്ലായിരുന്നു. എന്നാൽ തന്നെ ആദ്യമേ 12 മീറ്ററിൻ്റെ ഒരു ടണലിൽ കൂടെ കടന്നു പോയിട്ട് പിന്നെ ഏകദേശം 4-5 റൂംസ് ഉണ്ടായിരുന്നു. ഈ 4-5 റൂംസിൻ്റെ പർപ്പസ് എന്ത്? അവർക്ക് ഈ ശവം അടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയും ചടങ്ങുകളുണ്ടായിരുന്നു. ആ ചടങ്ങുകളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ റൂംസ്. പ്ലസ് അടുത്ത ലോകത്തിൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഈ റൂംസിൽ വെക്കുമായിരുന്നു. അങ്ങനെയാണ് തൂത്തൻഖാമൻ്റെ ശവകുടീരത്തിൽ ടൺ കണക്കിന് സ്വർണം കിട്ടിയത്. തത്മോസ് ദ്വിതീയൻ്റെ ശവകുടീരത്തിലും ടൺ കണക്കിന് സ്വർണവും വെള്ളിയും വിലയേറിയ കല്ലുകളും അവർ വെച്ചു കാണും. അതെവിടെ പോയി? അത് ഒരു മിനിറ്റ്, അതിപ്പോൾ പറയാം. ആദ്യമേ കാണുന്ന പടത്തിൽ തത്മോസ് ദ്വിതീയൻ്റെ ശവകുടീരത്തിൽ ഒരു റൂം കാണിച്ചിരിക്കുക. വെള്ളം അതിൻ്റെ അകത്ത് കയറി അതിൻ്റെ അകത്തെ കല്ലുകളും ഭിത്തികളൊക്കെ കൊളാപ്സ് ആയ അവസ്ഥയിൽ. അത് ക്ലീൻ ചെയ്യുന്നതിന് മുൻപുള്ള ഒരു പടമാണ്. അടുത്ത പടത്തിൽ ക്ലീൻ ചെയ്ത ഒരു ചേംബർ അല്ലെങ്കിൽ ഒരു റൂമാണ്. വെള്ളത്തിൻ്റെ ആ ഭിത്തിയിൽ വെള്ളത്തിൻ്റെ പാടുകളൊക്കെ, വെള്ളത്തിൻ്റെ ഇഫക്റ്റ് നല്ലപോലെ കാണാൻ. കാരണം ഈ ഭിത്തികൾ നിറച്ചു പടങ്ങളായിരുന്നു. ആ പടങ്ങളെല്ലാം മാഞ്ഞു കഴിഞ്ഞ് അതുപോലെ വെള്ളം കയറി അതിനെ നശിപ്പിച്ചു. ഈ ശവകുടീരത്തിൻ്റെ ഫ്ലോർ പ്ലാൻ ബ്ലൂ പ്രിൻ്റ് പോലെ അടുത്ത പിക്ചറിൽ തന്നിട്ടുണ്ട്. അതിലാൽ ടണലിൽ കൂടെ കടന്നുപോയി എല്ലാ ചേംബേഴ്സിലും നമുക്ക് പോകാൻ സാധിക്കും. ഈ ചേംബേഴ്സിൽ നിന്ന് ഈ തത്മോസ് ദ്വിതീയൻ്റെ ഡെഡ് ബോഡി 21ാം ഡൈനാസ്റ്റിയിലുള്ള പുരോഹിതന്മാർ എടുത്തു മാറ്റിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ഡെഡ് ബോഡീസിനെ എപ്പോഴും പുരോഹിതന്മാരായിരുന്നു കൈകാര്യം ചെയ്യുന്നത്. കാരണം അവരുടെ ദൈവത്തിൻ്റെ ഡെഡ് ബോഡിയല്ലേ. ആൻഡ് ഈജിപ്തിൽ പുരോഹിതന്മാർക്ക് ഭയങ്കര പവറായിരുന്നു. ഈ തത്മോസ് ദ്വിതീയൻ്റെ ഡെഡ് ബോഡി അവിടെ നിന്ന് എടുത്തു മാറ്റിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്വർണവും വിലയേറിയ കാര്യങ്ങളെല്ലാം ഈ പുരോഹിതന്മാർ മോഷ്ടിച്ചു എന്നാണ് ഇന്ന് ശാസ്ത്രജ്ഞന്മാർ ഊഹിക്കുന്നത്, ആർക്കിയോളജിസ്റ്റ്. നിങ്ങൾ ചോദിക്കും, പുരോഹിതന്മാർ മോഷ്ടിക്കുമായിരുന്നു? യെസ്. ഈജിപ്തിൻ്റെ ചരിത്രത്തിൽ ഓരോ ഫറവോൻ അടക്കി കഴിഞ്ഞിട്ട് അധികം താമസിക്കാതെ പുരോഹിതന്മാർ തന്നെ ആരും അറിയാതെ ഈ ശവകുടീരങ്ങളിൽ കയറി അവിടെയുള്ള വിലയേറിയ കാര്യങ്ങളൊക്കെ മോഷ്ടിക്കുന്നതായിട്ട് ധാരാളം രേഖകളുണ്ട്. അപ്പോൾ ഈ ഡെഡ് ബോഡീസൊക്കെ മാറ്റിയത് അവിടെ വെള്ളം കയറുന്നെന്നുള്ള എക്സ്ക്യൂസിൽ മാറ്റിയെങ്കിലും അത് അവർക്ക് അവിടെയുള്ള വിലയേറിയ സ്വർണം, വെള്ളി, പിന്നെ വിലയേറിയ ഡയമണ്ട്സ്, കല്ലുകൾ, അതൊക്കെ അടിച്ചു മാറ്റാനുള്ള ഒരു അവസരം കൂടായിരുന്നു. അതുകൊണ്ടാണ് ഒന്നും ബാക്കി വരാത്തത്. വിലയേറിയ കല്ലുകളും സ്വർണ്ണമൊന്നും ബാക്കിയില്ല. പിന്നെ ഈ 4 ചേംബേഴ്സിൽ കുറേയേറെ ഈ അലാബാസ്റ്റർ, അതുകൊണ്ടായിരുന്നു അന്ന് ഭരണി ഉണ്ടാക്കുന്നത്. കുറേ ജാറുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ജാഴ്സയിലെല്ലാം കൊത്തി എഴുതിയിട്ടുണ്ട് ദൈവത്തിൻ്റെ ഭാര്യ.
അവർക്ക് ഫറവോൻ ദൈവമായിരുന്നല്ലോ. അപ്പം എൻ്റെ ദൈവത്തിൻ്റെ ഭാര്യ എൻ്റെ സഹോദരന് വേണ്ടി, അത് അവിടെ ഹാഫ് ബ്രദർ ആയിരുന്നെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഡ്യുവൽ കിങ്, രണ്ട് രീതിയിലുള്ള ഭരണമുള്ള രാജാവിന് സമർപ്പിച്ചിരിക്കുന്നു. ഞാൻ ഓർപ്പിച്ചതുപോലെ ഹെത്ഷെപ്സത്ത് ആയിരുന്നു തൻ്റെ ഭർത്താവിന് വേണ്ടി ഈ ഭർത്താവിനെ അടക്കിയതും ഈ ശവകുടീരം ഉണ്ടാക്കിയതല്ല, തത്മോസ് ദ്വിതീയന്. അപ്പോൾ ഹെത്ഷെപ്സത്ത് ഈ തത്മോസ് ദ്വിതീയനെ അടക്കിയപ്പോൾ അവിടെ അടക്കിയ സാധനങ്ങളെയൊക്കെ അവൾ അത് ചെയ്തതായിട്ട് അവിടെ പേരുണ്ടെന്ന് ഓർപ്പിക്കട്ടെ. അത് കഴിഞ്ഞാണ് ഹെത്ഷെപ്സത്ത് ഭരണം, മരിച്ചു കഴിഞ്ഞാണ് ഭരണം കയ്യിലെടുത്തത്. ആദ്യമേ റിജൻ്റായിട്ട് തൻ്റെ ഹാഫ് സണ്ണിൻ്റെ റിജൻ്റായിട്ട് അല്ലെങ്കിൽ മാനേജറായിട്ട്. എന്നാൽ ഭരണം എന്ത് എന്നുള്ളത് ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞതോടെ അവൾ ഈജിപ്തിനെ വലിയ ഒരു റിച്ച് ഒരു രാഷ്ട്രമായിട്ട് മാറ്റി. ആൻഡ് ഫൈനലി അവളെ അടക്കുവാൻ വേണ്ടി ഒരു ടെമ്പിൾ ഉണ്ടാക്കി. ആക്ച്വലി ഒരു ഫറവോൻ അല്ലെങ്കിൽ ഒരു ഈജിപ്ഷ്യൻ, ഈ റിച്ച് ഈജിപ്ഷ്യൻ മരിക്കുമ്പോൾ അവരുടെ ശരീരം ഉണക്കി ഒരു മമ്മിയായിട്ട് കൺവെർട്ട് ചെയ്യുന്ന അത് നീണ്ട ഒരു പ്രക്രിയയാണ്. അതിൽ 1000 ചടങ്ങുകളുമുണ്ട്, 1000 പ്രക്രിയകളുമുണ്ട്, 1000 രാസവസ്തുക്കളുമുണ്ട്. പ്രക്രിയ എന്ന് പറഞ്ഞാൽ, ഒരു ഉദാഹരണം പറഞ്ഞാൽ, മൂക്കിൽ കൂടെ കിഴുത്ത ഇട്ട് തലച്ചോറ് വലിച്ചെടുക്കുമായിരുന്നു. അതെന്നിട്ട് ഒരു ജാറിൽ സൂക്ഷിച്ചു വെക്കുമായിരുന്നു. ഹാർട്ട് കട്ട് ചെയ്ത് ഒരു ജാറിൽ സൂക്ഷിച്ചു, അങ്ങനെ പല കാര്യങ്ങൾ അവർ ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു വ്യക്തിയുടെ മമ്മി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി 1000 പ്രോസസ്സ് ഉണ്ടായിരുന്നു. ഇതെല്ലാം പുരോഹിതന്മാർ അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷറിക്ക് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. അതുകൊണ്ട് പല വലിയ ഫറവോന്മാർ അവർക്ക് വേണ്ടി അവർ മരിച്ചു കഴിഞ്ഞ് അവരുടെ ഡെഡ് ബോഡിയെ ഈ പ്രക്രിയയിൽ കൂടെ കടത്തിവിടുവാൻ വേണ്ടി മോർച്ചറി ടെമ്പിൾസ് നിർമ്മിച്ചു. ഈ മോർച്ചറി ടെമ്പിളിൽ ആ നീണ്ട പ്രക്രിയ ചിലപ്പോൾ 1 വർഷം നീണ്ടു നിന്നിരിക്കും. പുരോഹിതന്മാരുടെ സൗകര്യത്തിനനുസരിച്ചാണ്, അവരുടെ ലക്ഷറിക്ക് വേണ്ടി നീണ്ടു നിന്ന് ആ പ്രക്രിയ കഴിയുമ്പോഴാണ് ഈ മമ്മി പിന്നെ കൊണ്ടുപോയി കല്ലറയിൽ അടക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നിരിക്കുന്ന പടത്തിൽ ഹെത്ഷെപ്സത്ത് തനിക്ക് വേണ്ടി പണിത മോർച്ചറി ടെമ്പിളിൻ്റെ ഒരു ഫോട്ടോഗ്രാഫ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഹെത്ഷെപ്സത്ത് എത്രയോ റിച്ചായി എന്നുള്ള കാര്യം. ഇതല്ലാതെ ഈ ഫറവോൻ്റെ അടുത്തയിടയ്ക്ക് ഐഡൻറ്റിഫൈ ചെയ്ത ആ ശവകുടീരത്തിൽ നിന്ന് തന്നെ അടക്കിയ ആ ശവപ്പെട്ടി അല്ലെ സാക്രോഫാഗസിൻ്റെ ബാക്കി പോർഷൻസ്, പിന്നെ ഫ്യൂണറലുമായിട്ട് ബന്ധപ്പെട്ട പല രീതിയിലുള്ള തടിയും കൊണ്ട് ഐറ്റംസ്, പിന്നെ 50ഓളം സ്റ്റോറേജ് ജാറ് ഭരണികൾ, പിന്നല്ലാതെ ഈ ഒരു ബ്രോൺസും കൊണ്ടുള്ള കടാരി, ഒത്തിരിയും കാര്യങ്ങൾ കണ്ടുപിടിച്ചു. ഹെത്ഷെപ്സത്തിൻ്റെ പേര് അവിടെ എല്ലായിടത്തും ഉണ്ട്. ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞതോടെ ഹെത്ഷെപ്സത്തിൻ്റെ ശവകുടീരം രണ്ടാമത് സ്കാനിങ് തുടങ്ങിയിട്ടുണ്ട്. ഡീപ്പ് പെനിട്രേറ്റിംഗ് റഡാറും കൊണ്ട് സ്കാനിങ് തുടങ്ങിയിട്ടുണ്ട്. ഇനിയും ഒത്തിരി കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. സോ ഫൈനലി ഇല്ല എന്ന് നിരീശ്വരവാദികളും അമിത കൃത്തിപ്പുകാരും ബൈബിളിനെ എതിർക്കുന്ന ആളുകളും പറഞ്ഞ ഫറവോൻ്റെ ശവകുടീരം, ഞാനിപ്പം മാർച്ച് 2-നാണ് ഈ കാര്യം പറയുന്നത്, ഒരു 10 ദിവസം മുമ്പ് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു. അത് ഐഡൻറ്റിഫൈ ചെയ്തതോടെ തത്മോസ് ദ്വിതീയനുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരിയും ഐറ്റംസ് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചു. എന്ന് മാത്രമല്ല, തത്മോസ് ദ്വിതീയൻ്റെ മമ്മി എന്ന് പറഞ്ഞപ്പെട്ടത് അത് തത്മോസ് ദ്വിതീയൻ്റേത് തന്നെ എന്നുള്ളത് കൺഫേം ചെയ്യാൻ സാധിച്ചു. ദൈവജനത്തെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ബൈബിളിനെ എതിർക്കാൻ വളരെ ഈസിയാണ്.
ഞാൻ ഇതിനു മുൻപും പറഞ്ഞ ഒരു ഉദാഹരണമാണ്. ചില്ലിൻ്റെ സാധനങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു കടയിൽ ഒരു മൂരിക്കാള കയറി ചെന്ന് കഴിഞ്ഞാൽ മൂരിക്കാളയ്ക്ക് ബുദ്ധിയുടെ ആവശ്യമില്ല, താൻ ഒരു ബുദ്ധിജീവിയായിരിക്കേണ്ട ആവശ്യമില്ല. അങ്ങോട്ട് കയറി ചെന്ന് എല്ലാ ഡയറക്ഷനിലോട്ടങ്ങ് പോയാൽ മതി. ചില്ലിൻ്റെ സാധനങ്ങൾ നിലത്ത് വീണ് ഷാറ്ററായി പോകും. ഒരു നല്ല ശതമാനം യുക്തിവാദികൾ ബൈബിളിനെ എതിർക്കുന്നത് ഈ രീതിയിലാണ്. ബൈബിളിലെ ഉത്പത്തി തൊട്ട് വെളിപ്പാട് വരെ ഓരോ വിഷയങ്ങൾ എടുത്തിട്ട് അത് സംശയമാണ്, ഇത് സംശയമാണ്, അതില്ലായിരുന്നു, ഇതില്ലായിരുന്നു, ഇന്നതിന് തെളിവില്ല. അവർ പറയുന്നതിൽ ഒരു 95% കാര്യങ്ങളും നുണയാണ് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. 5% കാര്യങ്ങൾ ചിലപ്പോൾ സത്യമാണ്. അവർ പറയുന്നതിൽ സത്യമായ 5 കാര്യങ്ങൾ അത് ബൈബിളിനെ എതിരെയല്ല, ബൈബിളിനെ സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. എന്നെ ശ്രവിക്കുന്ന എല്ലാ ക്രിസ്ത്യ വിശ്വാസികളോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ബൈബിളിന് സപ്പോർട്ട് ചെയ്യുന്ന തെളിവുകൾ ഇന്ന്, ആർക്കിയോളജിക്കൽ തെളിവുകൾ ഇന്ന് ഒരു പുസ്തകത്തിൽ കളക്ട് ചെയ്യാൻ തുടങ്ങിയാൽ 30-ലധികം എൻസൈക്ലോപീഡിയയുടെ വോള്യൂംസ് ആയിത്തീരും. അത്രയധികം ആർക്കിയോളജിക്കൽ തെളിവുകൾ കണ്ടുപിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആർക്കിയോളജിസ്റ്റ് പറയുന്നത് ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട കണ്ടുപിടിച്ചിരിക്കുന്ന തെളിവുകൾ ആക്ച്വലി മണ്ണിൻ്റെ താഴെ മറഞ്ഞു കിടക്കുന്ന തെളിവുകളുടെ 5% ഉള്ളൂ. ആ 5% അത് പടം ഡിസ്ക്രിപ്ഷൻ സഹിതം എഴുതിയാൽ 30ഓളം വോള്യൂംസ്, 1000 പേജിൻ്റെ 30ഓളം വോള്യൂംസ് നിറയും. അത്രയധികം തെളിവാണ് ബൈബിളിനുള്ളത്. അത്രയധികം തെളിവ് ബൈബിളിനുള്ളപ്പോൾ ബൈബിൾ ഒരു പഴഞ്ചൻ പുസ്തകമാണ്, അതിലുള്ളതെല്ലാം തെറ്റെന്ന് ശാസ്ത്രം തെളിയിച്ചെന്ന് ആരെങ്കിലും പറയുവാണെങ്കിൽ നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി അവരെ വെല്ലുവിളിക്കണം. ശാസ്ത്രത്തിൻ്റെ സ്ഥാപിക്കപ്പെട്ട വസ്തുതയാണെന്നോ നിങ്ങൾ ഈ പറയുന്നത്, അതോ സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങളും ഒരു ചില്ലിൻ്റെ കടയിൽ കയറി ചെല്ലുന്ന മൂരിക്കാളെ പോലെ നിങ്ങളുടെ ഓൺ സങ്കല്പങ്ങളാണെന്നോ ഈ പറയുന്നത്? ഈ സങ്കല്പങ്ങൾ പറയുവാൻ വേണ്ടി പഠിക്കേണ്ട ആവശ്യമില്ല, ഗവേഷണത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ കാണിച്ചു തന്നതുപോലെ പടങ്ങളും ഡാറ്റയും നൽകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതില്ല, ഇതില്ല, 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 ഇല്ല എന്നങ്ങ് പറഞ്ഞാൽ മതി. നിങ്ങളവരെ വെല്ലുവിളിക്കാൻ പഠിക്കണം. ക്രിസ്ത്യ വിശ്വാസികൾ ബൈബിളിനെ എതിർക്കുന്നവരെ വെല്ലുവിളിക്കാത്തത് കൊണ്ട് അവർക്ക് ഇത്ര ധൈര്യം. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെയും കൾച്ചർ എൻ്റെ വീഡിയോസിൻ്റെ താഴെയുള്ള അവരുടെ കമൻസിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഞാൻ ആ കമൻസ് ഒന്നും മായ്ക്കത്തില്ല. കാരണം ദൈവജനം കണ്ട് മനസ്സിലാക്കണം ബൈബിളിനെ എതിർക്കുന്നവരുടെ കൾച്ചർ എന്ത് എന്ന്. 1-2 അഭ്യർത്ഥനയുണ്ട്. ഒന്ന്, യുക്തിവാദികൾ അവരുടെ സങ്കല്പങ്ങളെല്ലാം മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്ത് നമ്മുടെ കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നു. അസത്യം ഷെയർ ചെയ്ത് നമ്മുടെ കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ സത്യം ഷെയർ ചെയ്ത് നമ്മുടെ കുട്ടികളെ വിശ്വാസത്തിൽ ഉറപ്പിക്കണം. ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം. 2-മത്തെ കാര്യം, ഈ ചാനൽ ട്രൂ ലൈറ്റ് എന്ന് പറഞ്ഞ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓരോ സബ്സ്ക്രൈബർ ഞങ്ങൾക്ക് വലിയ പ്രോത്സാഹനമാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ ഇപ്പോൾ ഒരു പുതിയ പ്രോട്ടോക്കോളാണ്. ആദ്യമേ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യണം. അത് കഴിഞ്ഞ് ബെൽ ഐക്കൺ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾന്ന് തിരഞ്ഞെടുക്കണം. എങ്കിലേ സബ്സ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ആകത്തുള്ളൂ. നിങ്ങളുടെ ചോദ്യങ്ങൾ അയച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ വാട്സാപ്പ് നമ്പർ 751-019-8690. നമ്പർ ഒരു പ്രാവശ്യം കൂടെ 751-019-8690. ഇത് എൻ്റെ കമ്പ്യൂട്ടറിലോട്ടാണ് വരുന്നത്, മൊബൈലിലോട്ടല്ല. എന്നെ വിളിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾക്ക് ചോദിക്കാനുള്ളതോ പറയാനുള്ളതോ ടെക്സ്റ്റായിട്ടോ ഓഡിയോ ആയിട്ടോ ഈ വാട്സാപ്പ് ചാനലിൽ അയച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.